ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു നോമ്പുകാലം നമ്മെ സമീപിച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ കുറച്ചുകൂടി ദൈവവുമായി ചേർന്ന് ചിന്തിക്കുവാൻ, ജീവിക്കുവാനുള്ള കാലഘട്ടം. വളരെ നാളുകളായി നോമ്പ് ആചരിച്ചിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും. ഓരോ നോമ്പുകാലവും നമ്മെ സമീപിച്ച്, നമ്മോട് ചേർന്ന് നടന്ന്, നമ്മെ അഭിമുഖീകരിച്ച് കടന്നു പോകുമ്പോൾ നോമ്പിൽ നിന്ന് എന്ത് നേടിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? നോമ്പിലൂടെ, നോമ്പാചരണത്തിലൂടെ എന്ത് മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ നോമ്പിന്റെ ആദ്യ ഞായറാഴ്ച ദേവാലയങ്ങളിൽ വായിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നിന്നുള്ള വായന. ഗലീലയിലെ കാനാവിൽ നിർവഹിക്കപ്പെടുന്ന ആദ്യ അത്ഭുതത്തിൻ്റെതായ ആ സംഭവം. അവിടെ കൽഭരണികളിൽ നിറയ്ക്കുന്നതായ പച്ചവെള്ളം മേൽത്തരമായ വീഞ്ഞായി രൂപാന്തരപ്പെടുന്ന അനുഭവം നാം വായിക്കുന്നുണ്ട്. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ താൻ നിർവഹിച്ചതായ ആദ്യ അത്ഭുതം, ആദ്യ അടയാളം. അവിടെ ഈ കൽഭരണികളിൽ നിറച്ചതായ വെള്ളം മേൽത്തരമായ വീഞ്ഞായി രൂപാന്തരപ്പെടുന്ന അനുഭവം പോലെ നോമ്പ് കാലഘട്ടത്തിൽ ദൈവം മുമ്പാകെ സമർപ്പിക്കപ്പെടുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു രൂപമാറ്റം, ഒരു രൂപാന്തരത്തിൻ്റെതായ അനുഭവം ഉണ്ടാകേണ്ടത് വളരെയേറെ ആവശ്യമാണ്. അതെ, നോമ്പ് രൂപപ്പെടുവാനും രൂപാന്തരപ്പെടുവാനുമുള്ള കാലഘട്ടമാണ്. കൽഭരണികൾ കാസാകളായി രൂപാന്തരപ്പെട്ടതുപോലെ കൽഭരണികളിൽ നിറച്ചതായ പച്ചവെള്ളം മേൽത്തരമായ വീഞ്ഞായി രൂപാന്തരപ്പെട്ടതുപോലെ ദൈവമുമ്പാകെ സമർപ്പിക്കപ്പെടുമ്പോൾ ദൈവവുമായുള്ള ബന്ധത്തിലൂടെ, സുഹൃത്ത അഭ്യാസത്തിലൂടെ ഒരു രൂപാന്തരത്തിന്റെയും മാനസാന്തരത്തിന്റെയും അനുഭവം നമ്മുടെ ജീവിതത്തിൽ കാഴ്ചവെക്കുവാൻ, ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ, മനുഷ്യരെ സഹായിക്കുവാൻ, സ്നേഹിക്കുവാൻ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും സ്നേഹ നമസ്കാരം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നോമ്പിൽ നാം ഒരുപാട് ധ്യാന ചിന്തകൾ കേൾക്കുകയും ഒരുമിച്ച് ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉപമയിൽ നിന്നാണ്. പലപ്പോഴും മുടിയൻ പുത്രന്റെ ഉപമയെന്നോ ധൂർത്തനായ പുത്രന്റെ ഉപമയുമെന്നോ ഒക്കെ നാം അഭിസംബോധന ചെയ്യുന്നതായ ഒരു ഉപമ. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഞാൻ അവയെ ധ്യാനിക്കുന്നത്, ആ ഉപമയെ ധ്യാനിക്കുന്നത് തിരിച്ചറിവുണ്ടായ പുത്രന്റെ ഉപമയെന്നാണ്. അതെ, നോമ്പ് കാലഘട്ടത്തിൽ ചില തിരിച്ചറിവുകൾ നമുക്കുണ്ടാവണം. ഈ വചനഭാഗത്തിന്റെ ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതായ കഥ നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട്, അപ്പ എന്റെ വസ്തുവകയിൽ എനിക്കുള്ള ഓഹരി നൽകണമെന്ന് പിതാവിനോട് ആവശ്യപ്പെടുന്നു. സ്നേഹവാനായ പിതാവ് തന്റെ മകനെ ദുഃഖിപ്പിക്കാതിരിക്കാൻ തക്കവണ്ണം തനിക്കുള്ളതിൽ നിന്ന് അവന്റെ ഓഹരി നൽകുന്നു. പിതാവ് നൽകിയ ഓഹരി അധികം താമസിക്കാതെ വിറ്റ് അതെല്ലാം രൂപയാക്കി പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ദൂരത്തേക്ക് യാത്രയാകുന്നു. കടന്നു ചെല്ലുന്ന സ്ഥലത്ത് ഒരുപാട് സുഹൃത്തുക്കൾ അവന്റെ പണവും അവന്റെ ആരോഗ്യവും ഒക്കെ കണ്ട് അടുത്ത് ചേരുന്നു. എല്ലാം ചൂതാട്ടം നിർവഹിച്ച് ഇഷ്ടമുള്ളതുപോലെ, ബോധ്യമുള്ളതുപോലെ ഒക്കെ ആ പൈസ എല്ലാം ചിലവഴിച്ച്, രൂപയെല്ലാം ചിലവഴിച്ച് ആ മകൻ അവസാനം ദരിദ്രനായി തീരുമ്പോൾ സുഹൃത്തുക്കളെല്ലാം അകന്നു പോവുകയാണ്. അവസാനം പന്നിയെ തീറ്റുന്നതായ ഒരു പണിയെടുത്ത് ഉപജീവനം കഴിക്കേണ്ടതായ സ്ഥലത്തിലേക്ക് വരികയാണ്, സാഹചര്യത്തിലേക്ക് വരികയാണ്. ഏറ്റവും ആ ഭാഗത്തെ ഹൃദയസ്പർശിയായ ഒരു ഭാഗം, പന്നികൾ തിന്നുന്ന തവിടുകൊണ്ട് ഉപജീവനം കഴിക്കുവാൻ അവൻ ആഗ്രഹിച്ചിട്ടും അതുപോലും അവന് ലഭിക്കുന്നില്ല, അതുപോലും ആരും കൊടുക്കുന്നില്ല എന്നുള്ളതായ ഒരു സാഹചര്യം. അതെ, സഹനത്തിന്റെ ഏറ്റവും മൂർത്തിമത് ഭാവമാണ്. എല്ലാം ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒന്നുമില്ലായ്മയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു പോകുന്ന അനുഭവം. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സമൃദ്ധിയിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് കടന്നു പോയിട്ടുള്ള അനേകം സാഹചര്യങ്ങളുണ്ട്. ഇന്നും അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് കോവിഡിന്റെ ഈ കാലഘട്ടത്തിൽ പലരുടെയും ജോലി നഷ്ടപ്പെട്ടു. പലരുടെയും ജോലി, അതിൽ നിന്ന് ലഭിക്കുന്നതായ വരുമാനം വളരെ നേർപകുതിയായി മാറ്റപ്പെട്ടിട്ടുണ്ട്. ഒരു വലിയ സഹനമാണ്. ഈ ചെറുപ്പക്കാരൻ
ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമൃദ്ധിയിൽ നിന്നും ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. പക്ഷെ ഇവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സഹനത്തിന്റെ അനുഭവത്തിൽ, തന്റെ നഷ്ടപ്പെടലിന്റെ അനുഭവത്തിൽ അവന് തിരിച്ചറിവുണ്ടാവുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആ ഭാഗം പറയുന്നത്, അപ്പോൾ അവന് സുബോധമുണ്ടായി അവൻ ഓർക്കുകയാണ്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ എത്രയോ ആളുകൾ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. അവനൊരു തീരുമാനമെടുക്കുകയാണ്, ഞാൻ എൻ്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകും. അതെ, അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി അപ്പനോട് പറയും, അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് അർഹതയില്ല, കൂലിക്കാരിലൊരുവനെ പോലെ എന്നെ ആക്കണം. പ്രിയപ്പെട്ടവരെ, നോമ്പിലൂടെ നാം നേടിയെടുക്കേണ്ടത് ഇതാണ്. സഹനങ്ങളിലൂടെ, നഷ്ടപ്പെടലിലൂടെ, ഒറ്റപ്പെടലിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നോമ്പ് തിരിച്ചറിവിന്റെ കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ. നോമ്പിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ തിരിച്ചറിയണം, നാം ആരാണ്, നാം ഇപ്പോൾ എവിടെയാണ്, നാം എവിടേക്ക് പോകേണ്ടവരാണ്, ആരാണ് നമ്മെ കാത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആത്മീയ ചിന്തകൾ നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കണം. ഈ ചെറുപ്പക്കാരൻ സുബോധമുള്ളവനായി തീർന്നതുപോലെ നോമ്പിൽ തിരിച്ചറിവിൻ്റെയും സുബോധത്തിൻ്റെയും തലത്തിലേക്ക് നമുക്ക് വളരാം. അതിന് നോമ്പിൻ്റെ പ്രാർത്ഥനകൾ, നോമ്പിൻ്റെ അനുഷ്ഠാനങ്ങൾ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നാൽപ്പതു നാളുപവസിക്ക, വിശക്കുന്നവനപ്പം നൽകാം, ഈശായ് സുതനെ പോലെ ദിനം 7 ഊഴം പ്രാർത്ഥിച്ചിടുക. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സഭാപിതാവായ മോർ അഫ്രേമിന്റെ വരികളാണ് ഞാൻ ഇതിനു മുൻപ് ഉദ്ധരിച്ചത്. 40 നാൾ ഉപവസിക്കുക, വിശക്കുന്നവന് അപ്പം നൽകുക, ഈശായ് സുതനെ പോലെ, ദാവീദിനെ പോലെ ദിനം 7 വട്ടം പ്രാർത്ഥിക്കുക. ക്രിസ്ത്യാനികളുടെ നോമ്പിന്റെ ധർമ്മം, നോമ്പിന്റെ നടപടികൾ എന്താണ്, പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികളുടെ നോമ്പ് എങ്ങനെയായിരിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സഭാപിതാവായ മോർ അഫ്രൈം തന്റെ മെമ്രായിലൂടെ പാടി പറഞ്ഞിരിക്കുകയാണ്. അതെ, നോമ്പ് കാലഘട്ടം കേവലമായ ചില ആചാരാനുഷ്ഠാനങ്ങളുടെ കാലഘട്ടം മാത്രമല്ല, പ്രാർത്ഥനയുടേതായ അനുഭവം മാത്രമല്ല, വർജനയുടേതായ അനുഭവം മാത്രമല്ല, അതിനപ്പുറമായി സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു തലം കൂടി നോമ്പ് കാലത്ത് ഉണ്ട്. അത് സഭാപിതാവായ അഫ്രൈം തന്റെ മിമ്രായിലൂടെ പറയുകയാണ്. നോമ്പിൽ ഒരുവൻ എങ്ങനെയായിരിക്കണം, ഒരുവൻ നോമ്പ് ആചരിക്കേണ്ടത് എങ്ങനെയാണ്? 40 നാൾ ഉപവസിക്കുക. മോശയും ഏലിയാവും ഒക്കെ നോമ്പ് ആചരിച്ചതുപോലെ വിശ്വാസികൾ നോമ്പ് ആചരിക്കുവാൻ കർത്താവും രക്ഷകനുമാകുന്ന യേശുമിശിഹ കൽപ്പിച്ചു. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ, നോമ്പാലും നമസ്കാരത്താലും അല്ലാതെ അശുദ്ധാത്മാവ് മനുഷ്യനെ വിട്ടു പോവുകയില്ല. അപ്പോൾ മനുഷ്യന്റെ സുഹൃത ജീവിതത്തിന് അടിസ്ഥാനമായി, സുഹൃത ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ഒരു കടമയായി, കർത്തവ്യമായി തിരുസഭ നോമ്പ് ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ നോമ്പ് കാലഘട്ടത്തിൽ 40 നാൾ ഉപവസിക്കുമ്പോൾ ആ ഉപവാസത്തിൽ നിന്ന് മിച്ചം ലഭിക്കുന്നത്, ഉപവാസത്തിൽ നിന്ന് മാറ്റിവെക്കുന്നത്, വർജിക്കുന്നതായ ഭക്ഷ്യവസ്തുക്കൾ, നമ്മുടെ സമ്പാദ്യങ്ങൾ, അത് അർഹതയുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഒരു ആർജവത്വം നമുക്കുണ്ടാവണം. 40 നാൾ ഉപവസിക്കുക, വിശക്കുന്നവൻ അപ്പം കൊടുക്കുക, അതായത് ആവശ്യക്കാരന്റെ ആവശ്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുക. അതിനുശേഷം വേണം ഈശായ് സുതനെ പോലെ, ദാവീദിനെ പോലെ ദിനം 7 വട്ടം പ്രാർത്ഥിക്കുക. നോമ്പിൽ അതാത് യാമങ്ങളിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സഭ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഉപവാസവും വർജനയും മാത്രമായി നമ്മുടെ ഉപവാസവും നമ്മുടെ നോമ്പ് കാലഘട്ടമൊക്കെ ചുരുങ്ങിപ്പോകാറുണ്ട്. അതിൽ നിന്നപ്പുറമായി സുറിയാനി സഭയുടെ നോമ്പിന് ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ മാനമുണ്ട്, തലമുണ്ട്. സമൂഹത്തിൽ നമ്മുടെ കരുതലിന്റെ കരം ആവശ്യമുള്ളവരിലേക്ക് ആശ്വസിപ്പിക്കുന്നതായ നമ്മുടെ കരം ഒന്ന് ചേർത്ത് വയ്ക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധ്യമാവണം. ദൈവാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നല്ല ഒരു നോമ്പ് കാലഘട്ടം ആശംസിക്കുന്നു.
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വീണ്ടും ഒരു നോമ്പുകാലത്തിലൂടെ നാം യാത്ര ചെയ്യുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പലപ്പോഴും നമ്മൾ ശാരീരികമായ അകലം പാലിച്ച് നമ്മളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ഭക്തിയും നമ്മുടെ ആധ്യാത്മികതയും ഒക്കെ ക്രമപ്പെടുത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും. മുൻകാലങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി ആധ്യാത്മികതയ്ക്ക്, നമ്മുടെ ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾക്കൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ നാം വരുത്തിയിട്ടുണ്ട്. എന്നാൽ നോമ്പിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ ആത്യന്തികമായി നോമ്പിന്റെ ലക്ഷ്യവും നോമ്പിലൂടെ നാം നേടിയെടുക്കേണ്ടതായ സുഹൃതങ്ങളും എന്തൊക്കെയാണെന്ന് ഒന്ന് വിചിന്തനം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നോമ്പിൽ പ്രത്യാശയുടെ ഒരു തലം രൂപപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് സാധ്യമാകണം. അതിന് ആധാരമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ ഒരു സംഭവമുണ്ട്. ഗലീലയിലെ കാനാവിൽ നടക്കുന്ന അത്ഭുതത്തിൻ്റെതായ തലം. അവിടെ ഒരു പറ്റം പരിചാരകരെ നമുക്ക് കാണാൻ സാധിക്കും. വീടിന്റെ പിന്നാമ്പുറത്ത് ആഘോഷങ്ങൾക്കായി, ആ വീട്ടിലെ ആരവങ്ങൾക്കായി ആവശ്യമായ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നാമ്പുറത്ത് വിശ്രമിക്കുന്നതായ ഒരു കൂട്ടം പരിചാരകർ. അവരെയാണ് മറിയം ഒരു വലിയ അത്ഭുതത്തിന് സാക്ഷികളായി തീരുവാൻ ക്ഷണിക്കുന്നത്. ആ പ്രമേയവും ആ ഭാഗവും ഒക്കെ ഏവർക്കും സുപരിചിതമായതുകൊണ്ട് അതിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. മറിച്ച് അവിടെ നിന്നുള്ളതായ ഒരു ചിന്ത പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്ടിൽ അനേകം ആളുകളുണ്ട്. വചനഭാഗം തുടങ്ങുമ്പോൾ യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. മണവാളനുണ്ടായിരുന്നു, പന്തിപ്രമാണി ഉണ്ടായിരുന്നു. അങ്ങനെ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവരും കുടുംബക്കാരും ഒക്കെ ആയിട്ട് അനേകം ആളുകളുള്ള ഒരു നിറഞ്ഞ ഒരു ഭവനമാണ് ആ കല്യാണ ഭവനം എന്ന് പറയുന്നത്. അവിടെ ഒട്ടും പ്രസക്തമല്ലാത്ത ഒരു വിഭാഗമായി നിൽക്കുന്നുണ്ട് പരിചാരകരുടെ സമൂഹം. മറിയത്തിന്റെ മുൻപിൽ ഒരുപാട് സാധ്യതകളും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആ ഭവനത്തിലെ പ്രിയപ്പെട്ടവരെ വിളിച്ച് യേശുവിന്റെ അടുക്കിലേക്ക് വിടാമായിരുന്നു. പക്ഷേ മറിയം പരിചാരകരെ നിയോഗിക്കുകയാണ്. ഒരുപക്ഷെ ബൗദ്ധികമായ ഒരുപാട് ചിന്തകൾ ഇതിന്റെ പിന്നിലുണ്ടാവാം. പക്ഷേ ഒരു സാധാരണ വിശ്വാസി എന്ന നിലയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ അതിനെ കാണാൻ ശ്രമിക്കുന്നത്, യേശു തമ്പുരാൻ എപ്പോഴും തൻ്റെ ശുശ്രൂഷയിൽ തൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നിർവഹിച്ചിട്ടുള്ളത് സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിലാണ്. കാരണം അവരാണ് എപ്പോഴും യേശുവിനോട് ചേർന്ന് നിന്നിട്ടുള്ളത്, യേശുവിനോട് അടുത്ത് നിന്നിട്ടുള്ളത്, മുൻവിധികളില്ലാതെ യേശുവിനെ സമീപിച്ചിട്ടുള്ളത്. ആ കാലഘട്ടത്തിലെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്ന, സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകലത്തായിരുന്നതായ ഒരു കൂട്ടം ജനസമൂഹമാണ്. ഇവിടെ അവരുടെ പ്രതിനിധികളാണ് ഈ പരിചാരകരുടെ സമൂഹം. യേശുവിന്റെ അമ്മ പരിചാരകരോട് പറയുന്നു, അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുവേ. അനുസരണമുള്ള ഈ പരിചാരകരെ നമുക്ക് കാണാം. യേശുവിന്റെ വാക്ക് അനുസരിച്ച് കൽഭരണികളിൽ അക്കോളം വെള്ളം നിറച്ച് യേശുവിന്റെ മുൻപാകെ സമർപ്പിക്കുമ്പോൾ അവിടെ നടക്കപ്പെടുന്ന അത്ഭുതം, അടയാളം അവരാദ്യം ദർശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രത്യാശയോടുകൂടി ദൈവത്തെ സമീപിക്കുന്നവരാണ് ദൈവത്തിൽ നിന്നുള്ളതായ അത്ഭുതങ്ങളും അടയാളങ്ങളും ആദ്യം കാണുക. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എത്രമാത്രം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, എത്രമാത്രം അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ അവയെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഈ തരുണത്തിൽ നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നവരെ ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുവാൻ നാം പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ നോമ്പ് അർത്ഥമുള്ള നോമ്പായി തീരുക, നമ്മുടെ നോമ്പ് ഇമ്പമുള്ളതായി തീരുക, നമ്മുടെ നോമ്പ് അൻപുള്ളതായി തീരുക. നോക്കുമ്പോൾ ഇമ്പമുള്ള, നോക്കുമ്പോൾ അൻപുള്ള നോമ്പായി നമ്മുടെ നോമ്പുകൾ രൂപപ്പെടട്ടെ. ഏവർക്കും നല്ല നോമ്പ് കാലഘട്ടം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നോമ്പിലൂടെ നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസം
ദൈവത്തിലുള്ള വിശ്വാസം ആഴപ്പെടേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ദൈവത്തിലുള്ള വിശ്വാസം ആഴപ്പെടുമ്പോഴാണ് ദൈവ പദ്ധതിക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ സാധിക്കുക. ഇതിന് ആധാരമായ ഒരു സംഭവം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഗലീലയിലെ കാനാവിൽ നാം കാണുന്നുണ്ട്. യേശു തന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നിർവഹിക്കുന്ന ആദ്യ അത്ഭുതമാണ് ഗലീലയിലെ കാനാവിൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഭാഗം ഒരുപാട് ധ്യാനങ്ങളുടെ വിളനിലം കൂടിയാണ്. അനേകം ധ്യാനങ്ങളുടെ വിളനിലമാണ് ഈ വേദഭാഗം. ഇവിടെ യേശു തമ്പുരാന്റെ അടുക്കിലേക്ക് വിശുദ്ധ ദൈവമാതാവ് കടന്നു വന്നിട്ട് പറയുന്നുണ്ട്, മകനെ, ഈ ഭവനത്തിലുള്ളവരുടെ വീഞ്ഞ് കുറഞ്ഞു പോയിരിക്കുന്നു, വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു, നീ ഇടപെടണം. ക്രിസ്തു തന്റെ മാതാവിനോട് പറയുന്നുണ്ട്, സ്ത്രീയെ, എനിക്കും നിനക്കും ഇതിലെന്ത്? അതായത് നാം ഈ കാര്യത്തിൽ എന്തിനാണ് അമിതമായി വ്യഗ്രതപ്പെടുന്നത്? അതോടൊപ്പം മെശിഹ ഒരു കാര്യം കൂട്ടിച്ചേർക്കുന്നുണ്ട്, യേശു ഒരു കാര്യം കൂട്ടിച്ചേർക്കുന്നുണ്ട്, എന്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. അതായത് ക്രിസ്തുവിന് പ്രവർത്തിക്കുവാൻ ഒരു സമയമുണ്ട്, ദൈവത്താൽ നിയോഗിതമായ ഒരു സമയമുണ്ട്. ആ സമയം എത്തുമ്പോഴാണ് ക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും നിർവഹിക്കുക. ഇവിടെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, ഏറെ പ്രതീക്ഷയോടുകൂടി തന്റെ പുത്രന്റെ സന്നദ്ധിയിലേക്ക് പരിശുദ്ധ അമ്മ ഒരു അഭയയാചനയുമായി കടന്നു ചെല്ലുക, മധ്യസ്ഥതയുമായി ചെല്ലുക. അമ്മയുടെ ആവശ്യത്തിന് ക്രിയാത്മകമായൊരു മറുപടി അല്ല, അനുഭവപൂർവമായൊരു മറുപടി അല്ല മകൻ നൽകുന്നത്. മറിച്ച് എന്താണ് ദൈവ പദ്ധതി എന്നും എന്താണ് ദൈവഹിതമെന്നും അവിടെ വെളിപ്പെടുത്തുകയാണ്. മറിയം ശാന്തമായി പരിചാരകരോട് പറയുന്നുണ്ട്, അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുകയും. മറിയത്തിന്റെ ഈ പ്രവൃത്തി, ഈ പ്രതികരണം മറിയം എന്ന അമ്മയുടെ, മറിയം എന്ന സ്ത്രീയുടെ വിശ്വാസത്തിന്റെ ആഴം വെളിപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ സാധാരണ രീതിയിലുള്ള അമ്മമാരായിരുന്നുവെങ്കിൽ മകനോട് പരാതി പറഞ്ഞ് മകനെ പഴിച്ച് അവിടെ നിന്ന് കടന്നു പോകുമായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ കണ്ണുകളിൽ നിന്ന് ആശയം ഉൾക്കൊള്ളുവാൻ മറിയത്തിന് സാധിച്ചിരുന്നു. പ്രിയമുള്ളവരെ, ഈ നോമ്പിൽ ദൈവമുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവമുഖത്ത് നിന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളുവാൻ, ദൈവത്തിൽ നിന്ന് ദൈവികമായ സ്വരം കേൾക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. അതായത് നാം ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് നിയോഗങ്ങളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് നോമ്പ് ആചരിക്കുക. പലപ്പോഴും നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നിയോഗങ്ങളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്, കാര്യസാധ്യത്തിന് ആവശ്യമായ നിയോഗങ്ങളുണ്ട്. എന്നാൽ ഈ നിയോഗങ്ങളൊക്കെ നോമ്പിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ടതാണോ അല്ലയോ എന്ന് അവസാന വാക്ക് പറയേണ്ടത് ദൈവമാണ്. ഒരു വാക്ക് ഓർക്കുക, ക്രിസ്തുവിന്റെ വാക്യം ഓർക്കുക, സ്ത്രീയെ, എന്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല. നമ്മുടെ ആവശ്യങ്ങൾ പലപ്പോഴും നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ യഥാസമയത്ത് നാം ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് മറുപടി ലഭിക്കണമെന്നില്ല. അവിടെ ആശ്വസിക്കുവാൻ നമുക്ക് ഒരു സാധ്യത ഉണ്ടാവണം, ആശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ സമയം ഇപ്പോഴും വന്നിട്ടില്ല. പലപ്പോഴും വിശ്വാസയാത്രയിൽ കാര്യങ്ങൾ സാധിക്കാതെ വരുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് നാം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം മറുപടി നൽകാതെ വരുമ്പോൾ നമ്മളൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരാണ്. പക്ഷെ മറിയം ക്രിസ്തുവിനോട് ചേർന്ന് നിന്നു എന്നുള്ളതാണ് അവളുടെ വിശ്വാസ ജീവിതത്തിന്റെ സാക്ഷ്യം. അതെ, നോമ്പ് കാലഘട്ടം വിശ്വാസത്തിൽ ഉറക്കേണ്ട കാലഘട്ടമാണ്, വിശ്വാസത്തിൽ വളരേണ്ട കാലഘട്ടമാണ്, വിശ്വാസത്തിൽ ചേർന്ന് നിൽക്കേണ്ട കാലഘട്ടമാണ്. ആഴമായ വിശ്വാസം രൂപപ്പെടുത്തുവാൻ, ദൈവ പദ്ധതിക്കായി കാത്തിരിക്കുവാൻ, മറിയത്തെ പോലെ ദൈവത്തിന്റെ സമയത്തിന് മറ്റുള്ളവരെ ഒരുക്കുവാൻ ഈ നോമ്പിലൂടെ നമുക്ക് സാധ്യമാവട്ടെ. നമുക്ക് സ്വയം ഒരുങ്ങാം, മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് നമുക്ക് അടുപ്പിക്കാം. ഏവർക്കും നല്ലൊരു നോമ്പുകാലം ആശംസിക്കുന്നു.